കൊട്ടിയൂർ കഴിഞ്ഞ ദിവസം മകം കലം വരവ് നടന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരു ചടങ്ങാണ് കലം വരവ്. കലം വരവിൽ മണിത്തറയിലെ ദീപമൊഴിച്ച് മറ്റെല്ലാ ദീപങ്ങളും അണയ്ക്കണം എന്നാണ് ശാസ്ത്രം. നല്ലൂരാൻ എന്ന കുലാല സ്ഥാനീകനാണ് കലം വരവിന് നേതൃത്വം നൽകുന്നത്. കലശപൂജകൾക്കുള്ള കലമാണ് നല്ലൂരാൻ സ്ഥാനികർ എത്തിക്കുന്നത്. ഇന്നു മുതൽ കൊട്ടിയൂരിൽ കലശപൂജകളും ഗൂഢപൂജകളും ഒക്കെയാണ്. ശേഷം വാളാട്ടം, വറ്റടി, തൃക്കലശാട്ടം മുതലായ കർമ്മങ്ങൾ നടക്കും. അതിപ്രധാനമായ മത്തവിലാസം കൂത്ത് ചാക്യാരുടെ കയ്യാലയിൽ നടക്കും. ശുദ്ധമായ രീതിയിലുള്ള മത്തവിലാസം കൂത്ത് കൊട്ടിയൂരിൽ അതിവിശേഷമാണ്. കോട്ടയം കോവിലകത്തോടൊപ്പം ആക്കൽ, കുളങ്ങരത്ത്, കരിമ്പനാതൽ, ചാത്തൂത്ത്, തിട്ടയിൽ തുടങ്ങിയ നായർ കുടുംബങ്ങളും ഉത്സവ കർമ്മങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കുടുംബങ്ങളാണ്. ഗജവീരന്മാരും അലങ്കാരവാദ്യങ്ങളൊന്നുമില്ലാതെയാണ് സന്നിധാനത്തിലെ ഉത്സവ സമാപനമടക്കമുള്ള 5 ദിനങ്ങൾ. മകന്നാളിലെ കലം വരവോടെ നിഗൂഢ പൂജകൾക്ക് തുടക്കമാവുകയാണ് കൊട്ടിയൂരിൽ. അതിനിഗൂഢമായ കലപൂജയും കലശാട്ടും ഇനിയുള്ള നാളുകളിൽ അതാണ്. കാലഭൈരവന്റെ ഭൂതഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ഇത് ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ ചെയ്യുന്ന കലപൂജ ഉത്സവത്തിലെ വളരെ പ്രാധാന്യമുള്ളതും നിഗൂഢവുമായ ചടങ്ങാണ്. മകം നാളിലെ കലം വരവോടെയാണ് നിഗൂഢ പൂജകൾക്ക് തുടക്കമാകുന്നത്. മകം നാൾ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമില്ല. പുരാതന കാലത്ത് പുരുഷന്മാരും പോവാറില്ലായിരുന്നു അത്രേ. കയ്യാലകളിൽ താമസിക്കുന്നവർ മാത്രം അവിടെ തന്നെ തുടരും. മറ്റെല്ലാവരും ഇക്കരയ്ക്ക് പോരും. നിഗൂഢമായതും അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ അല്പം ഭയഭക്തി ബഹുമാനത്തോടെ എല്ലാവരും കണ്ടിരുന്നതുമായ ചടങ്ങാണ് കലപൂജ. തൃച്ചിറുമന്നിൽ നിന്നും 18 നാഴിക പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മുഴക്കുന്ന് എന്ന പ്രദേശത്തിനടുത്ത നല്ലൂർ എന്ന സ്ഥലത്തു നിന്നും ആരംഭിക്കുന്ന കലം വരവ് 12 പേരടങ്ങുന്ന സംഘമാണ്. ഈ സംഘത്തെ നയിക്കുന്നത് നല്ലൂരാൻ എന്ന കുലാലയ സമുദായക്കാരായ 2 സ്ഥാനീകരാണ്. മകം, പൂരം, ഉത്രം ഈ 3 നാളുകൾ നീണ്ടു നിൽക്കുന്ന കലപൂജയ്ക്കുള്ള മൺകലങ്ങൾ അറിയപ്പെടുന്നത് ചന്ദ്രശേഖരൻ കുടുക്ക എന്നാണ്. കൊട്ടിയൂരിൽ ആനയും ചില പാത്രവും മൺകുടവും മാവും എല്ലാം ചന്ദ്രശേഖരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. കൊട്ടിയൂർ അമ്പലത്തിൽ നിന്നും 4 നാഴിക പടിഞ്ഞാറ് മാറുള്ള ഗണപതിപുരത്തെ ആലത്തിൻ കാട്ടിലെത്തി കലവാഹകർ വിശ്രമിക്കും. സന്ധ്യ കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റി ആലത്തിൻ്റെ ഇലകൾ കുരുത്ത് വസ്ത്രമായി ധരിക്കുമത്രേ. വളരെ പ്രത്യേകതയുള്ള അല്പം ഭയം തോന്നുന്ന ശബ്ദഘോഷങ്ങളോടെയാണ് അവിടെ നിന്നങ്ങോട്ടുള്ള കലം വരവ്. ഇത് പിന്നീടാരും കാണാൻ പാടില്ല എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ വൈദ്യുത വിളക്കുകളടക്കം എല്ലാം അണച്ച് വീടിനകത്തിരുന്ന ഈ പ്രദേശത്തെ ആളുകൾ കലം വരവിനോട് ഇക്കാലത്തും സഹകരിക്കുന്നു. വാവലിക്കപ്പുറത്തേക്ക് ആരും തന്നെ കലം വരവ് വീക്ഷിക്കാൻ അതല്ലാത്തതിനാൽ അക്കരെയുള്ള എല്ലാവരും കയ്യാലകയ്ക്കുള്ളിൽ തന്നെ കഴിയുന്നു. കലവാഹകർ തൊഴുത് പ്രസാദം വാങ്ങി മടങ്ങുന്നതുവരെ ആരും പുറത്തിറങ്ങുകയില്ല. ഭൂതഗണങ്ങൾക്ക് സമാനമായി യാഗോത്സവ ഭൂമിയിലേക്ക് കുതിച്ചെത്തുന്ന കലവാഹകർ കരിമ്പനക്കൽ ചാത്തൂത്ത് കയ്യാലയിൽ കലങ്ങൾ വയ്ക്കും. മണിത്തറയിൽ കയറി ദർശനം നടത്തും. ഇവരുടെ നേരെ നോക്കാതെ പുറം തിരിഞ്ഞാണത്രേ പൂജകർ പ്രസാദം കൊടുക്കുക. മകം മുതൽ 3 നാൾ രാത്രിയിലാണ് കലപൂജ. അത്താഴപൂജയും ശിവേലിയും ശ്രീഭൂതബലിയും കഴിഞ്ഞാണ് കലപൂജ. പന്തീരടി കാമ്പ്രം സ്ഥാനികനാണ് പൂജാധികാരി. നല്ലൂരാൻ സ്ഥാനികനാണ് പൂജയ്ക്ക് ആവശ്യമായ കലങ്ങൾ എടുത്തു കൊടുക്കുന്നത്. പന്തക്കിടാങ്ങളും പൂജകരും അല്ലാതെ മറ്റാരും തന്നെ കലപൂജ സമയത്ത് പുറത്തുണ്ടാവില്ല. ദീർഘനേരം നീളുന്ന പൂജകൾ പുലരാറാവുമ്പോഴാണ് തീരുന്നത്. കലപൂജ കഴിഞ്ഞ കലങ്ങളിൽ അരിയും മറ്റു ദ്രവ്യങ്ങളും നിറച്ച് സ്ഥാനികർക്ക് കൊടുക്കുന്നു. ഇത്രയും ഗൂഢമായ ചടങ്ങുകൾ അത്രയും തുറന്ന ഒരു യാഗോത്സവ ഭൂമിയിൽ നടക്കുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ശിവഭൂതഗണങ്ങൾ തന്നെ കാവൽ നിൽക്കുന്ന ചടങ്ങായതുകൊണ്ടുകൂടിയാവണം ഇന്നും അതിൻ്റെതായ നിഗൂഢത നിലനിർത്താൻ ഈ ചടങ്ങിന് സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.